ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ടർ ബിനീഷ് ബാസ്റ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതിനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ നടക്കുന്നുണ്ട്, അതിലേക്ക് പോവാം. ഈ ബിനീഷ് ബാസ്റ്റിൻ്റെ ഫ്രണ്ടാണ് അനസ്. അപ്പോൾ അനസ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൊടുക്കാം. ഈ ബന്ധത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന് 1000 പിറന്നാൾ ആശംസകൾ. ഇതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ബിനീഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കാണാം. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റും മുടങ്ങിയിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു. വീണ്ടും 2 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്ന്. പിന്നീട് എൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ഇദ്ദേഹത്തെ വിളിച്ചു മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. ഞാൻ സുഹൃത്ത് എന്ന നിലയിൽ സഹായിച്ചതാണ്. ഞാൻ പലിശയ്ക്ക് കൊടുത്ത പൈസയല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇനിയും എൻ്റെ കാശ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ച് തന്നെയാണ് കാശുണ്ടാക്കുന്നത്. നുണ പറഞ്ഞ കാശ് മേടിച്ചാണ് ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് പഴയ സൗഹൃദം പുതുക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി കുറച്ച് നാൾ മുമ്പ് ബിനീഷിൻ്റെ കയ്യിൽ നിന്ന് 30,000 രൂപ കടം വാങ്ങിച്ചു. അത് കുറേ തവണ ചോദിച്ചിട്ടും തിരിച്ചു കൊടുത്തില്ല. അതിൽ പുള്ളി 25,000 രൂപ മാത്രമാണ് തിരിച്ചു കൊടുത്തത്. ബാക്കി 5,000 രൂപ കൊടുത്തില്ല. അതുമല്ല, പുള്ളി ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞത് നീ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ, അങ്ങനെ ഒരുമാതിരി വർത്തമാനമാണ് പറഞ്ഞത്. ഈ പല സുഹൃത്ത് ബന്ധങ്ങളിൽ ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇപ്പോൾ ആരായാലും പൈസ വളരെയധികം അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. ഇതിൽ പിന്നെ ബിനീഷ് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആളുടെ കല്യാണത്തിന് ചോദിച്ചിട്ട് പോലും ഇയാൾ പൈസ കൊടുത്തില്ലെന്ന്. പിന്നെ ഈ അനസിൻ്റെ പോസ്റ്റ് ഈ ബിനീഷിന് ശരിക്കും ഇൻസൾട്ടഡ് ആയിട്ടുണ്ടാകും. കാരണം ആളുടെ പോസ്റ്റ് കണ്ടില്ലേ, ബന്ധങ്ങളുടെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും കാണുമ്പോൾ എന്താ വിചാരിക്കുക, ബിനീഷിന് ഒരുപാട് ഫെയിമൊക്കെ ആയതുകൊണ്ട് ഇയാളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും വിചാരിക്കുക. അതിനുശേഷം ഈ പുള്ളി ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണാം. സൗഹൃദം പുലർത്തുന്ന സൗഹൃദത്തിലെ ഉപരി എന്റെ ഒരു സഹോദരന, എന്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അദ്ദേഹവുമായി ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് 6 ലക്ഷം രൂപ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്. ഇന്ന് ബിനീഷിന്റെ പോസ്റ്റില് ആളുകൾ ഞാൻ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിക്കുന്ന തരത്തിൽ തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചാനലുകൾ ഒക്കെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി 2025 ഓഗസ്റ്റ് 16 എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. 3 മാസത്തെ സാവകാശം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയണേ, എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞ്, അപ്പൊ ശരി എന്ന് പറഞ്ഞ് പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷ എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ഉപജീവന മാർഗവുമാണ്. ആ ഓട്ടോറിക്ഷ കാരണം 5 ജീവിതങ്ങളും അതിലുപരി വേറെ ഒരുപാട് ആളുകളും ജീവിക്കുന്നതാണ്. അതെനിക്ക് വലിയ വിഷമുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹവുമായി ഒരു വാക്ക് തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്നെ വന്ന് കണ്ട് കല്യാണം വിളിച്ച്. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു വിഷമം ഇതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പൊ ഇതാണ് അനസ് പറഞ്ഞത്. ഇനി ബിനീഷ് ബാസ്റ്റിന് ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ വെക്കാം. ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് കടമായിട്ട്. ഈ നമ്മുടെ ഒരു സുഹൃത്തുക്കളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ കടം മേടിക്കുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുപോലെ ഞാൻ ഒരുപാട് പേരെ
കടം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. കടം കൊടുത്തു കഴിഞ്ഞാൽ എത്ര വല്ല സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ തെറ്റും. പൈസ ഉല്ലാസമായിട്ട് മേടിച്ച പൈസക്ക് എനിക്ക് തന്നിട്ടുണ്ട്. മനഃപൂർവ്വം തരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി സഹായിക്കണതാണ്, പിന്നെ നമ്മൾ ശത്രുക്കളാണ് അവരുടെ. ചിലപ്പോൾ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. ഞാനത് കാരണം ഞാൻ ആർക്കും ഇപ്പോൾ കടം കൊടുക്കാറില്ല. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.